ബിഗ് ബോസ് മലയാളം സീസൺ 6 അതിന്റെ രണ്ടാം പകുതിയിലേക്ക് കടക്കുമ്പോൾ ബിഗ് ബോസ് വീട്ടിലെ മൂന്നാമത്തെ പവർ ടീമിനെ കണ്ടെത്താനുള്ള മത്സരങ്ങൾ നടക്കുകയാണ് ഈ 8ാമത്തെ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ. ഇതേ സമയത്ത് തന്നെ ബിഗ് ബോസ് വീട്ടിലേക്ക് തിരികെ എത്തിയ ഒരു മുൻ മത്സരാർത്ഥിയാണ് രതീഷ്. അദ്ദേഹത്തിന്റെ ഒരു റീ എൻട്രി അല്ല, പകരം ഒരു അതിഥി എന്ന നിലയിലാണ് രതീഷ് ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. മത്സരങ്ങളിൽ പലപ്പോഴും വിധികർത്താക്കൾക്കൊപ്പമാണ് രതീഷ് നിൽക്കുന്നത്. എന്നാൽ 1-2 ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നതോടെ രതീഷ് വീട്ടിലെ മത്സരാർത്ഥികൾക്കിടയിൽ കൂടുതൽ ഇടപഴകുകയും വീട്ടിലെ ഓരോ സംഭവങ്ങളിലും അഭിപ്രായം പറയുകയും ചെറുതായിട്ടൊക്കെ മത്സരാർത്ഥികളെ ഇളക്കി വിടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതോടുകൂടി മത്സരാർത്ഥികൾക്ക് ആകെപ്പാടെ ഒരു അങ്കലാപ്പായിട്ടുണ്ട്. രതീഷ് ഇനി ബിഗ് ബോസ് വീട്ടിൽ തുടരുമോ? ഇനി എങ്ങനെ അടുത്ത ലാലേട്ടൻ എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന് ചോദിക്കുമോ രതീഷിനെ ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ ഒരു മത്സരാർത്ഥിയായി ബിഗ് ബോസ് വീട്ടിൽ തുടരാൻ അനുവദിക്കുന്നതിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ? അങ്ങനെ തുടർന്നാൽ എന്തായിരിക്കും എന്നൊക്കെയാണ് മത്സരാർത്ഥികൾ നിലവിൽ ചർച്ച ചെയ്യുന്നത്. നിലവിൽ രതീഷിന്റെ സാന്നിധ്യം ബിഗ് ബോസ് വീട്ടിലെ മത്സരാർത്ഥികളെ വല്ലാതെ കുഴക്കുന്നുണ്ട്. ഇത് നാളെ ഒരു പാരയായി മാറുമോ, അതോ ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ ബിഗ് ബോസ് വീട്ടിൽ തുടരുന്നതിന് മുന്നോടിയായി രതീഷ് എത്തിയിരിക്കുന്നതാണോ ഈ അതിഥി വേഷത്തിൽ എന്നതെല്ലാം മത്സരാർത്ഥികൾക്ക് സംശയമുണ്ട്. അങ്ങനെ രതീഷിനൊരു ചാൻസ് നൽകണം എന്ന് മത്സരാർത്ഥികൾക്കിടയിൽ ഒരു ചോദ്യമുണ്ടായാൽ അങ്ങനെ നൽകേണ്ട എന്ന് പറയാനാണ് കൂടുതലും മത്സരാർത്ഥികൾ ആഗ്രഹിക്കുന്നത്. കാരണം രതീഷിനെ ഇവർ വല്ലാതെ ഭയപ്പെടുന്നു എന്നത് തന്നെയാണ് കാര്യം. അതേസമയം ഈ 8ാമത്തെ ആഴ്ചയിൽ 3ാമത്തെ പവർ ടീമിന് വേണ്ടിയുള്ള മത്സരങ്ങൾ നടക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ബിഗ് ബോസ് വീട്ടിൽ ഒരു അതിഥിയായി എത്തിച്ചു എന്ന ചോദ്യം ഇനിയും ബാക്കിയാണ്. എന്തായിരിക്കും ഇതിന് പിന്നിലെ ലക്ഷ്യം എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു? അത് കമന്റായി രേഖപ്പെടുത്തും. എന്തായിരിക്കാം ഇതിനു പിന്നിലുള്ള കാര്യങ്ങൾ എന്ന് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം.